സ്റ്റേഷനിൽ നിന്നിറങ്ങി വരുന്ന വസുവിനെ കണ്ട് പലരും അടക്കം പറയുന്നതും കാർക്കിച്ച് തുപ്പുന്നതുമൊക്കെ കണ്ട് വസു ബസ് സ്റ്റോപ്പിൽ കയറിയിരുന്നു. ആഹാ, പോലീസുകാരൻ നന്നായി നെയ്യെടുത്തുവെന്ന് തോന്നുന്നല്ലോ, ബസ് സ്റ്റോപ്പിൽ നിന്ന ഒരു സ്ത്രീ വസുവിനെ നോക്കി പറഞ്ഞു. അവർ അത് പറഞ്ഞു കഴിഞ്ഞതും ആ സ്റ്റോപ്പിലുണ്ടായിരുന്ന ബാക്കി യാത്രക്കാരും നോക്കി. ഇതിനു മുന്നേ ഇവരുടെ മോൻ ഒരു കൊച്ചിനെ കെട്ടി. അത് ആ ചെറുക്കൻ ഇഷ്ടമല്ലാതെ കെട്ടിയതായിരുന്നു. ഇച്ചിരി തടി കൂടുതലായിരുന്നു അതിന്. അതുകൊണ്ട് തന്നെ ഉപേക്ഷിച്ചതാണോന്ന് അറിയില്ല. അതൊഴിഞ്ഞുപോയി പിന്നാലെ മോൻ വേറെ കെട്ടി. അന്ന് രാത്രി മോനെ പോലീസ് കൊണ്ടുപോയി. പിന്നെ മോനെ ഈ അമ്മ വളർത്തിയതുകൊണ്ടായിരിക്കും നേരത്തെ ഒരു കൊച്ചിനെ വയറ്റിൽ കൊടുത്തത്. അവരുടെ സംസാരം കേട്ട് വസുവിന് തൊലി ഉരിഞ്ഞു പോകുന്നത് പോലെ തോന്നി. അവർ അവിടെ നിന്ന് പതിയെ എഴുന്നേറ്റു. അതെ, ഞങ്ങൾ പഞ്ചായത്തിൽ മെമ്പറോട് പറഞ്ഞു. ഒരു പരാതി കൂടെ ആ സ്റ്റേഷനിൽ കൊടുക്കുന്നുണ്ട്. ആ പെൺകുട്ടിയെ നിങ്ങൾ അമ്മയും മോനും ചേർന്നതാണോ അതോ അത് നാട് വിട്ടു പോയതാണോന്നറിയാൻ. വസു പോകാൻ തുടങ്ങിയപ്പോൾ ആ സ്ത്രീ പിറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. വസു ഇനി എങ്ങോട്ട് പോകുമെന്നറിയാതെ ഒരു നിമിഷം നിന്ന് ചിന്തിച്ചു. പിന്നെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു. ചെയ്ത തെറ്റൊക്കെ ഏറ്റുപറഞ്ഞ് കാൽ പിടിച്ചു മാപ്പ് പറയാം. എന്നിട്ട് അവിടെ തന്നെ കയറിക്കൂടണം. അല്ലാതെ മുന്നോട്ട് എനിക്ക് ജീവിക്കാനാകില്ല. ഈ നാട്ടിലുള്ള എല്ലാവരും എല്ലാം അറിഞ്ഞു. ഒരിടത്തും അടുക്കളപ്പണിക്ക് പോലും എന്നെ നിർത്തില്ല. അവർ സ്വയം ഓരോന്ന് ആലോചിച്ച് ഉറപ്പിച്ചു വീട്ടിലേക്ക് നടന്നു. വൈകുന്നേരം ആൻറ്റിയും മോളും കൂടെ ഉമ്മർത്ത് തന്നെ ഇരിപ്പാണ്. അഗ്നി വരുന്ന കാര്യം അവൻ നേരത്തെ വിളിച്ചു പറഞ്ഞു. നന്ദു, താൻ മോളെ കൊണ്ട് അകത്ത് പോയിരിക്ക്. സാർ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്, സാം പറഞ്ഞു. ഇത്രയും നേരം കാത്തില്ലേ, ഇനി കുറച്ചുകൂടെ നോക്കാം, നന്ദു ചിരിയോടെ പറഞ്ഞു. കുറച്ചു നേരം കൂടെ ആൻറ്റിയും മോളും ഇരുന്നു. പിന്നെ എണീറ്റ് അകത്തേക്ക് പോകാൻ തുടങ്ങിയതും അഗ്നിയുടെ കാർ വന്നു. കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അഗ്നി ഇറങ്ങി വരുന്നത് കണ്ട് നന്ദുവിൻ്റെയും കുഞ്ഞുപെണ്ണിൻ്റെയും കണ്ണ് തിളങ്ങി. എന്നാൽ ബാക്ക് സീറ്റിൽ നിന്ന് മറ്റൊരാൾ കൂടെ ഇറങ്ങി. ആളിനെ കണ്ട് സാമിൻ്റെ മുഖം കടുത്തു. നന്ദുവിൻ്റെ കണ്ണുകൾ ഒന്ന് കുറുകി. അച്ഛാ, ജാനിപ്പെണ്ണ് അവനെ പോയി ചുറ്റിപ്പിടിച്ചതും അഗ്നി അവളെ എടുത്തുയർത്തി കവിളിലും മുഖത്തുമൊക്കെ ചുംബിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. നന്ദു ആണെങ്കിൽ അഗ്നി മുന്നിൽ വന്ന് നിന്നിട്ടും ഒന്നും അറിയാതെ അവനെ കണ്ണ് മിഴിച്ച് നോക്കി നിൽപ്പുണ്ട്. താൻ എന്താടോ ഇങ്ങനെ നിൽക്കുന്നത്, നന്ദുവിന് നേരെ വിരലഞ്ഞൊടിച്ചുകൊണ്ട് അഗ്നി ചോദിച്ചു. പെട്ടെന്ന് ബോധം വന്നതുപോലെ നന്ദു അഗ്നിയെ ഹഗ് ചെയ്തു. തിരിച്ച് അവനും അവളെ ചേർത്ത് പിടിച്ചു. അഗ്നി അവളെ സൂക്ഷിച്ചു നോക്കി. ഈ ഹഗ് ശരിയായില്ലല്ലോ നന്ദ. ആ പോട്ടെ, ശരിയാക്കാം, അവൾക്ക് കേൾക്കാൻ പാകത്തിന് പതിയെ പറഞ്ഞ് ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി. പിന്നാലെ തന്നെ ഒപ്പം വന്ന പെൺകുട്ടിയും കയറി. അവൾ സാമിൻ്റെ അടുത്തേക്ക് പോയി. ഇച്ചായ. അവളുടെ വിളി കേട്ടതും സാമിൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. അവൻ അവളെ ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് പുറത്തേക്ക് പോയി. ഇതാരാ ദേവാ, അകത്തേക്ക് കയറി വന്നവളെ ചൂണ്ടിക്കാണിച്ചു നന്ദു ചോദിച്ചു. ഇത് മീനാക്ഷി. താൻ നാട്ടിൽ പോയാൽ മോളുടെ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ വേണ്ടേടോ. അതാ മീനാക്ഷിയെ കൂട്ടിയത്. ആളിവിടെ സെർവൻ്റ് മാത്രമല്ല, എൻ്റെ പെങ്ങൾ കൂടെയാണ്. മീനാക്ഷിയെ അഗ്നി ചേർത്ത് പിടിച്ചു. ഇത് നമ്മുടെ സാമിൻ്റെ എല്ലാമെല്ലാം ആയവളാണ്. ഒരിക്കൽ ബന്ധങ്ങൾക്ക് വില നൽകി അവൻ്റെ ഒപ്പം ഇറങ്ങി വരാൻ തയ്യാറായില്ല. അതിൻ്റെ പേരിൽ വിവാഹവും വേണ്ട പ്രണയവും വേണ്ടെന്ന് പറഞ്ഞ് സ്ത്രീവിരോധിയായി നടപ്പാണ് അവൻ. മീനാക്ഷി വീട്ടുകാർക്ക് വേണ്ടി ഒരു വിവാഹത്തിന് തയ്യാറായി. പക്ഷേ എന്താ കാര്യം, ആ വിവാഹം നടന്നില്ല. അതിനുശേഷം മീനാക്ഷി വീടും നാടും ഉപേക്ഷിച്ചു ഇവിടെ ഇവനെ തേടി വന്നുവെങ്കിലും അവൻ അവളെ വേണ്ടെന്ന് പറഞ്ഞ് നടപ്പാണ്. ഒരിക്കൽ ഇവൾ എല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. അതിനുശേഷം കുറച്ചുനാൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇയാൾക്ക് വേറെ ഒരു ജോലി ശരിയായി പോയതാണ്. പിന്നെ താൻ നാട്ടിൽ പോകുന്നത് കൊണ്ട് ഇങ്ങോട്ട് കൂട്ടി. നന്ദുവിന് എല്ലാം കേട്ടുകഴിഞ്ഞ് മീനാക്ഷിയുടെ അലിവ് തോന്നി. നന്ദു മീനാക്ഷിയെ നോക്കി പുഞ്ചിരിച്ചു. അവളും തിരിച്ചു പുഞ്ചിരിച്ചു. പിന്നെ ജാനിയെ മീനാക്ഷിയെ ഏൽപ്പിച്ചു അഗ്നി മുറിയിലേക്ക് പോയി. പിന്നാലെ നന്ദുവും പോയി. അവരുടെ പോക്ക് കണ്ട് ചിരിയോടെ മീനാക്ഷി ജാനിയെ എടുത്ത് മുറിയിലേക്ക് പോയി. അഗ്നി മുറിയിലെത്തി ഫോൺ ടേബിളിൽ വെച്ച് തിരിഞ്ഞതും നന്ദു മുറിയിലെത്തി. അവൻ ചിരിയോടെ അവളുടെ അടുത്തേക്ക് പോയി. എന്താണ് നന്ദ ഒരു പരിങ്ങൽ? അഗ്നിയുടെ ചോദ്യത്തിന് ഉത്തരം പറയാതെ അവനെ മുറുകെ പുണർന്നു. അവനും ചിരിയോടെ ചേർത്ത് പിടിച്ചു തലയിൽ മുത്തി. സോറി, പെട്ടെന്ന് മീനാക്ഷിയെ കൂടെ കണ്ടപ്പോൾ ഞാൻ കരുതി ദേവയുടെ. നന്ദു ബാക്കി പറയാതെ നിർത്തി. എനിക്ക് തോന്നി മുഖം മങ്ങിയപ്പോൾ തന്നെ. താൻ പോയി എനിക്കൊരു ചായ എടുത്ത് വെക്ക്. ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി താഴേക്ക് വരാം. എന്നിട്ട് വിശേഷങ്ങളൊക്കെ പറയാം. അതുപോരെ? അവളുടെ തലയിൽ തലോടി ചോദിച്ചു. മതി, ദേവ റെസ്റ്റ് എടുക്ക്, ഞാൻ ചായ എടുത്ത് വെക്കാം, നന്ദു ചിരിയോടെ പറഞ്ഞ് പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ഞാനില്ലെന്ന് കരുതി പട്ടിണി കിടന്നു അല്ലേ അവസരം കിട്ടിയപ്പോഴൊക്കെ? ദേവയുടെ ചോദ്യത്തിന് അവൾ തല താഴ്ത്തി. പൊയ്ക്കോ, അവൻ അവളുടെ കൈവിട്ടു പറഞ്ഞു. നന്ദു അവനെ നോക്കാതെ വേഗം താഴേക്ക് പോയി. അഗ്നി ഫോണെടുത്ത് ആരെയോ വിളിച്ചു. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായി? അഗ്നിയുടെ ശബ്ദം വല്ലാതെ കടുത്തു. അപ്പോൾ മറ്റന്നാൾ രാവിലെയുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞേക്ക്. അത്രയും പറഞ്ഞ് അഗ്നി കോൾ കട്ടാക്കി. വിഷ്ണു രാവിലെ പാടത്ത് പോയി തിരിച്ചു വരുമ്പോൾ അമ്മയും അച്ഛനും പാറുമോളും കൂടെ മുറ്റത്തിരിപ്പാണ്.
ഇന്ന് കോളേജ് അവധി ആയതുകൊണ്ട് ആലു കൂടെ അവരുടെ ഒപ്പം കാണേണ്ടതാണ്. പക്ഷെ ആളെ കാണാനില്ല. വിഷ്ണു കയ്യും മുഖവും ഒക്കെ കഴുകി അകത്തേക്ക് പോയി. മുറിയിലെത്തുമ്പോൾ ആലു ബെഡിൽ ചുരുണ്ടുകൂടി കിടപ്പുണ്ട്. വിഷ്ണു സംശയത്തോടെ അവളുടെ അടുത്തേക്ക് പോയി. ആലു, അവൻ അവളുടെ പുറത്തു തട്ടി വിളിച്ചു. ആലു വേഗം ഞെട്ടി എണീറ്റു. ഏയ്, എന്താടോ? എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? എന്താ മുഖമൊക്കെ വല്ലാതെ? എന്തെങ്കിലും വയ്യായിക ഉണ്ടോ? അവളുടെ കവളിലൊക്കെ തലോടി ചോദിച്ചു. വിഷ്ണുവേട്ടന് എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ? അവന്റെ കയ്യിൽ അമർത്തി പിടിച്ചു ചോദിച്ചു. അവളുടെ കണ്ണു നിറച്ചുള്ള ചോദ്യം കേട്ട് വിഷ്ണു സംശയത്തിൽ അവളെ നോക്കി. എന്താടോ, എന്തിനാ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നേ? എനിക്ക് തന്നോട് ദേഷ്യമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? തന്നോട് അന്നും ഇന്നും എനിക്ക് തന്നോട് ദേഷ്യമില്ല, അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. ആലു കണ്ണു തുടച്ച് ചിരിയോടെ അവനെ നോക്കി. ഞാൻ പോയി കഴിക്കാൻ എടുത്തു വെക്കാം. ആലു പോകാൻ തുടങ്ങി. വിഷ്ണു അവളുടെ കയ്യിൽ പിടിച്ചു. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ആലു? വിഷ്ണു അവളുടെ മുഖത്ത് നോക്കി ചോദിച്ചു. ഇല്ല വിഷ്ണുവേട്ടാ. നീ ഓക്കെ അല്ലേ? നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? അവളുടെ കവിളിൽ കൈ ചേർത്ത് ചോദിച്ചു. എനിക്ക് പ്രശ്നമൊന്നുമില്ല വിഷ്ണുവേട്ടാ. ആലു അത് പറഞ്ഞ് പെട്ടെന്ന് എണീറ്റു പോകാൻ തുടങ്ങി. രണ്ടടി നടന്നതും അവൾ വയറ്റിൽ അമർത്തി പിടിച്ചു അവിടെ നിന്നു. ആലു! വിഷ്ണു ആലുവിനെ ചേർത്ത് പിടിച്ചതും അവൾ ബോധം മറഞ്ഞ് അവന്റെ മേലേക്ക് വീണു. വിഷ്ണുവിന്റെ വിളി കേട്ട് അച്ഛനും അമ്മയും മുറിയിലേക്ക് വരുമ്പോൾ കാണുന്നത് ബോധം മറഞ്ഞ് അവന്റെ കൈകളിൽ കിടക്കുന്ന ആലുവിനെയാണ്. മോളെ! യശോദ അവളെ തട്ടി വിളിച്ചു. അനക്കമൊന്നുമില്ലാതെ കിടക്കുന്നത് കണ്ട് എല്ലാവർക്കും പേടിയായി. വിഷ്ണു പിന്നെ ആലുവിനെ കയ്യിലെടുത്ത് താഴേക്ക് ഓടി. എല്ലാവരും കൂടെ വീട് പൂട്ടി ഇറങ്ങി. ആലുവിനെ എത്ര വിളിച്ചിട്ടും എണീക്കാത്തത് കണ്ട് പാറുമോള് വല്ലാതെ കരയാൻ തുടങ്ങി. വിഷ്ണുവും അമ്മയും കൂടെ ഒരുവിധം അവളെ ആശ്വസിപ്പിച്ചു. വിഷ്ണുവിനെന്തോ ഉള്ളിൽ ഒരു വല്ലാത്ത പേടി തോന്നി. എങ്കിലും അവൻ സ്വയം നിയന്ത്രിച്ചു. അധികം വൈകാതെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു വിഷ്ണു ആലുവിനെയും കൊണ്ട്. രാമചന്ദ്രൻ വീട്ടിലെത്തിയപ്പോൾ സ്വര ഹാളിൽ തന്നെ ഇരിപ്പുണ്ട്. അയാൾ അവളെ ഒന്ന് നോക്കിയിട്ട് അടുത്തുണ്ടായിരുന്ന ചെയറിലിരുന്നു. എന്താ അച്ഛാ? എന്തോ ആലോചിച്ച് ദേഷ്യത്തിലിരിക്കുന്ന രാമചന്ദ്രനെ നോക്കി ആലു ചോദിച്ചു. അവൾ വരുന്നുണ്ട് വസുന്ധര. ഞാനിപ്പോ വരുമ്പോൾ ഇടവഴി തിരിഞ്ഞു വരുന്നത് കണ്ടു, രാമചന്ദ്രൻ പറഞ്ഞു. അതിനെന്താ അച്ഛാ? നഷ്ടപ്പെടേണ്ടത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി അവരെ തല്ലിയിട്ടോ കാര്യമുണ്ടോ? സ്വര ചോദിച്ചു. രാമചന്ദ്രൻ അവളെ നോക്കി. അച്ഛൻ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കേണ്ട. ഇനിയും അവരെ ദേഷ്യം പിടിപ്പിച്ച് എന്താ നേടാൻ പോകുന്നത്? വേണ്ടച്ഛാ, ഞാനായിട്ട് ഇനി ഒന്നിനുമില്ല. എന്റെ കുഞ്ഞിന് പുറംലോകം കാണാൻ ഭാഗ്യമില്ല. അത്രേ ഞാനിപ്പോ കാണുന്നുള്ളൂ. സ്വര അതും പറഞ്ഞ് എണീറ്റുപോയി. രാമചന്ദ്രൻ മുറ്റത്തേക്കിറങ്ങി വാതുക്കൽ തന്നെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞ് വസു കയറി വരുന്നത് അയാൾ കണ്ടു. രാമചന്ദ്രനെ കണ്ടു അവിടെ നിന്ന് ഒരടി അനങ്ങാതെ നിന്നു. അപ്പുറത്തു നിന്ന് കണ്ണനും നോക്കുന്നുണ്ടായിരുന്നു. വസു ധൈര്യം സംഭരിച്ച് അകത്തേക്ക് പോകാൻ തുടങ്ങിയതും രാമചന്ദ്രൻ തടഞ്ഞു. ആ, എങ്ങോട്ടാണ് കൊലപാതകി? രാമചന്ദ്രൻ ചോദിച്ചുകൊണ്ട് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. വസു രാമചന്ദ്രനെ മുഖമുയർത്തി നോക്കി. രാമേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല രാമേട്ടാ, വസു പറഞ്ഞു. അതൊക്കെ ഞാൻ ക്ഷമിക്കാം. നീ എന്ത് അവകാശത്തിലാണ് ഇപ്പോൾ ഇങ്ങോട്ട് കയറി വന്നത്? രാമചന്ദ്രൻ ഗൗരവത്തിൽ ചോദിച്ചു. അപ്പോഴേക്കും സ്വര പുറത്തേക്ക് വന്നിരുന്നു. അവളെ കണ്ടതും വസു വേഗം പോയി അവളുടെ കാലിൽ വീണു. മോൾ എന്നോട് ക്ഷമിക്കണം. എന്റെ അപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ചെയ്തു പോയതാണ്. തിരുത്താനാകാത്ത തെറ്റാണ് ഞാൻ ചെയ്തത് എന്ന് എനിക്കറിയാം. മോൾ എന്നോട് ക്ഷമിക്ക്. സ്വര ഒന്നും മിണ്ടാതെ രാമചന്ദ്രനെ നോക്കി. എണീക്കടി! രാമചന്ദ്രന്റെ ശബ്ദം കേട്ട് വസു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. എണീക്കടി! വസുവിന്റെ മുടിക്ക് പിടിച്ചു രാമചന്ദ്രൻ പുറത്തേക്കിറക്കി. രാമേട്ടാ, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. എന്റെ തെറ്റുകൾ നിങ്ങൾക്ക് ക്ഷമിക്കാനാകില്ലേ? വസു കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ആ ഒരു കാരണം കൊണ്ടാണ് നിന്നെ ഞാൻ ഇപ്പോൾ കൊല്ലാത്തത്. എന്റെ 2 മക്കളെ പ്രസവിച്ചത് നീ ആയതുകൊണ്ടാകും 2 പേരെയും ജീവിതം ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത്. ഇനിയും നീ എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു നടക്കാൻ ഞാൻ അനുവദിക്കില്ല വസുന്ധര. പറഞ്ഞു തീരുന്നതും രാമചന്ദ്രൻ വസുവിന്റെ കഴുത്തിൽ കിടന്ന താലി വലിച്ചു പൊട്ടിച്ചു. ഒരു നിമിഷം സ്വരയും ഞെട്ടി നിന്നു. ഈ താലി ഇത്രയും നാൾ നീ അണിഞ്ഞു. നിനക്ക് താലിയോഗമുണ്ടായിരുന്നു. ഇനി നിനക്ക് ഈ താലി അണിയാനുള്ള അർഹതയില്ല. ഒരിക്കൽ ഈ മുറ്റത്ത് വെച്ച് ഒരുവളുടെ താലിയോഗം നീ മുറിച്ചു മാറ്റി. ഇന്ന് നീയും അറിയണം ഇത്രയും നാൾ നിന്റെ കഴുത്തിൽ പതിഞ്ഞു കിടന്ന താലി നിന്നിൽ നിന്ന് അകന്നു പോകുമ്പോഴുള്ള വേദന. പിന്നെ ഇനി നീ എന്റെ ഭാര്യ എന്ന അവകാശത്തിൽ ഈ വീടിന്റെ പടി ചവിട്ടി പോകരുത്. രാമചന്ദ്രന്റെ ഓരോ വാക്കും വസുവിന്റെ നെഞ്ചു നീറി. രാമചന്ദ്രൻ അവളെ ഒന്ന് നോക്കി അകത്തേക്ക് പോകാൻ തുടങ്ങിയതും സ്വര രാമചന്ദ്രന്റെ കയ്യിൽ പിടിച്ചു. അച്ഛാ, നമ്മൾ കൂടെ പടിയിറക്കി വിട്ടാൽ അമ്മയ്ക്ക് പോകാൻ ഒരിടമില്ല. ഇറക്കി വിടരുതച്ഛാ, സ്വര പറഞ്ഞു. രാമചന്ദ്രൻ സ്വരയെയും വസുവിനെയും ഒന്ന് നോക്കി. മോൾ എന്താ പറഞ്ഞു വരുന്നത്? രാമചന്ദ്രൻ ചോദിച്ചു. അച്ഛാ, അമ്മ ഇവിടെ. സ്വര പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ രാമചന്ദ്രൻ കടുപ്പിച്ചൊന്നു നോക്കി. വസുന്ധര ഒന്നും മിണ്ടാതെ കണ്ണുനീർ ഒഴുക്കി അവിടെ തന്നെ നിന്നു. ഇവിടെ ഒരു അടുക്കളക്കാരിയുടെ ഒഴിവുണ്ടല്ലോ.
മാസം ഒരു ചെറിയ തുക ശമ്പളം കൊടുത്ത് കിടക്കാൻ ഒരിടവും നൽകി അത് കൊടുക്കാം. ഇവിടെ ആരെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഇവൾ ഭരിക്കാനോ ആഹാരത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ അന്ന് ഇവളെ ഇല്ലാതാക്കി ഞാൻ ജയിലിൽ പോകും. രാമചന്ദ്രൻ ശില പോലെ നിൽക്കുന്ന വസുന്ധരയെ നോക്കി പറഞ്ഞു. നിനക്ക് ഇന്നു മുതൽ അടുക്കളയിൽ കിടക്കാം. പിന്നെ നീ ഇവിടെ എന്ത് ആഹാരം ഉണ്ടാക്കിയാലും അത് ആദ്യം കഴിക്കുന്നത് നീ തന്നെയാകും. ഇതൊക്കെ അനുസരിച്ച് ഇവിടെ ജോലിക്ക് നിൽക്കാമെങ്കിൽ ജോലിക്കാരിക്ക് അകത്തേക്ക് പോകാം, രാമചന്ദ്രൻ പറഞ്ഞു. വസുന്ധര കണ്ണു തുടച്ച് രാമചന്ദ്രനെ നോക്കി. രാമേട്ടാ, വസു നിറഞ്ഞ കണ്ണോടെ വിളിച്ചു. പക്ഷേ അത് അയാൾ കേൾക്കാത്ത പോലെ അകത്തേക്ക് കയറിപ്പോയി. പിന്നാലെ സ്വരയും. വസു ചുറ്റുമൊന്ന് നോക്കി. അയൽക്കാരൊക്കെ അവരെ നോക്കിയിട്ട് പോയി. വസു ആദ്യമായി ആത്മാർത്ഥമായി കണ്ണീർ പൊഴിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. മോനെ, ഡോക്ടർ എന്താ പുറത്തു വരാത്തെ? ആലുവിനെ നോക്കാൻ ഡോക്ടർ കയറിയിട്ട് ഒരുപാട് സമയമായി. ഇതുവരെ പുറത്തു വരാത്തതിന്റെ ടെൻഷനിലാണ് വിഷ്ണുവും കുടുംബവും. കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തേക്ക് വന്നപ്പോൾ അവരുടെ മുഖത്ത് വല്ലാത്ത ഒരു ടെൻഷനുണ്ട്. ഡോക്ടർ ആലുവിന്? വിഷ്ണു ചോദിച്ചു. അലങ്കൃതയുടെ ഭർത്താവല്ലേ? വിഷ്ണുവിനെ നോക്കി ഡോക്ടർ ചോദിച്ചു. അതേ ഡോക്ടർ, വിഷ്ണു മറുപടി പറഞ്ഞു. ഓക്കെ, ഇയാൾ എൻ്റെ ഒപ്പം വന്നോളൂ. ഡോക്ടർ അത് പറഞ്ഞ് മുന്നോട്ട് നടന്നു. വിഷ്ണു അച്ഛനെയും അമ്മയെയും ഒന്ന് നോക്കിയിട്ട് ഡോക്ടർക്കൊപ്പം പോയി. ഡോക്ടർ, ആലുവിന് എന്താ പ്രശ്നം? പേടിക്കാൻ എന്തെങ്കിലുമുണ്ടോ? വിഷ്ണു അകത്തേക്ക് കയറിയപാടെ ചോദിച്ചു. ഞാൻ വേണേൽ തന്നെ സമാധാനിപ്പിക്കാൻ പ്രശ്നമൊന്നുമില്ലെന്ന് കള്ളം പറയാം. പക്ഷേ അങ്ങനെയല്ല വിഷ്ണു, പ്രശ്നമാണ്. കഴിഞ്ഞ 1.5 മാസമായി എൻ്റെ പേഷ്യൻ്റാണ് അലങ്കൃത. ഡോക്ടർ പറഞ്ഞത് കേട്ട് വിഷ്ണു ഞെട്ടലോടെ ഡോക്ടറിനെ നോക്കി. താൻ ഇങ്ങനെ ഞെട്ടണ്ട. ആദ്യം ഇവിടെ എന്നെ തൻ്റെ വൈഫ് കാണാൻ വന്നത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ചെറിയ വയറുവേദനയെ ചൊല്ലിയായിരുന്നു. പക്ഷേ അത് വെറുമൊരു വയറുവേദന ആയിരുന്നില്ല എന്നറിയാൻ അധിക സമയം വേണ്ടി വന്നില്ല. ആദ്യത്തെ സ്കാനിംഗ് ഒക്കെ നോർമലായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ മെഡിസിനൊക്കെ കൊടുത്തു. പക്ഷേ എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് ആ വേദന തുടർന്നു. അവസാനം ഒരു സ്കാനിംഗ് കൂടെ നടത്തി. അതിൽ തൻ്റെ ഭാര്യയുടെ പ്രശ്നം എന്താണെന്നറിഞ്ഞു. ഡോക്ടർ ഒന്ന് നിർത്തി. വിഷ്ണു ആകാംക്ഷയോടെ ഡോക്ടറിനെ നോക്കി. എന്താ ഡോക്ടർ പ്രശ്നം? വിഷ്ണു പെട്ടെന്ന് ചോദിച്ചു. എ സ്മോൾ ലംപ് ഇൻ യൂട്രസ്. അത് കുറച്ചുകൂടെ നേരത്തെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് മെഡിസിൻ കൊണ്ട് അത് മാറ്റാൻ സാധിച്ചേനെ. പക്ഷേ ഇതിപ്പോൾ കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കലാണ്, ഡോക്ടർ പറഞ്ഞു. വിഷ്ണു ഡോക്ടറിനെ നോക്കിയിരിപ്പുണ്ട്. ഡോക്ടർ, ഇതിനിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നേ? വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ? വിഷ്ണു ചോദിച്ചു. എവിടെ കൊണ്ടുപോയാലും ഇനി സർജറി അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല വിഷ്ണു, ഡോക്ടർ പറഞ്ഞു. പിന്നെ എന്താ ഡോക്ടർ പ്രശ്നം? നമുക്കിവിടെ തന്നെ സർജറി ചെയ്തൂടെ? വിഷ്ണു ചോദിച്ചു. അതിലൊരു പ്രശ്നമുണ്ട് വിഷ്ണു. ആ കാരണം ഞാൻ തുടക്കത്തിൽ തന്നെ തൻ്റെ വൈഫിനോട് പറഞ്ഞു. അതുകൊണ്ടാകും ഇടയ്ക്കിടയ്ക്ക് വരുന്ന അസഹനീയമായ വേദന പോലും സഹിച്ചു എന്നെ വന്ന് കാണാതെ മുങ്ങി നടന്നത്. ഡോക്ടർ നിർത്തി. വിഷ്ണു കാര്യം മനസ്സിലാകാതെ ഡോക്ടറിനെ നോക്കി. സി വിഷ്ണു, ആ ലംബ് ഇപ്പോൾ വളർന്ന് ഒരു ട്യൂമറായി മാറിയിട്ടുണ്ട്. ഈ സമയം ഒരു സർജറി നടത്തുമ്പോൾ ചിലപ്പോൾ യൂട്രസ് റിമൂവ് ആക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ ഒരു ബേബി എന്നത് ഒരിക്കലും നടക്കില്ല. എന്ന് വച്ചാൽ പിന്നെ ഒരിക്കലും അയാൾക്ക് ഒരു അമ്മയാകാൻ കഴിയില്ല, ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ, വിഷ്ണു ഇരുന്നിടത്ത് നിന്ന് ചാടി എണീറ്റു. പ്ലീസ് ഇരിക്ക് വിഷ്ണു. ഇതുകൊണ്ടാണ് അയാൾ ഈ സർജറി വേണ്ട, പോകുന്നത് വരെ പോട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ മുന്നിൽ വരാതെ ഇരിക്കുന്നത്. സർജറി കഴിയുമ്പോൾ 50-50 ആണ് ചാൻസ് അമ്മ ആകാനുള്ള. കാരണം യൂട്രസ് റിമൂവ് ആക്കാതിരിക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കും. ഇനിയും സർജറി ചെയ്യാതെ നീട്ടിക്കൊണ്ടു പോയാൽ അത് ആ കുട്ടിയുടെ ജീവന് തന്നെ ആപത്താണ്. താൻ ആലോചിച്ച് മറുപടി പറഞ്ഞാൽ നമുക്ക് ഉടനെ സർജറിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം, ഡോക്ടർ പറഞ്ഞു. വിഷ്ണു ആകെ മരവിച്ച അവസ്ഥയിലായിരുന്നു. ഡോക്ടർ, ഈ ലാസ്റ്റ് സ്കാനിംഗ് റിസൾട്ട് എന്നാ അവൾ അറിഞ്ഞത്? വിഷ്ണു ചോദിച്ചു, പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ. ഈ ഇടയ്ക്ക് ഇപ്പോൾ ഒരാഴ്ചയായി കാണും. ആളിവിടെ സ്റ്റിച്ച് എടുക്കാൻ വന്നിരുന്നു. അന്ന് ഞാൻ കണ്ടു. അങ്ങനെയാണ് കാര്യം പറഞ്ഞത്. ഞാൻ റിസൾട്ട് വന്ന ദിവസം മുതൽ ആളെ വിളിക്കുന്നുണ്ട്. പക്ഷേ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല, മെസ്സേജ് നോക്കിയിട്ടില്ല, ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ, സർജറിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തോളൂ. അവളോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. എനിക്ക് അവളെ ജീവനോടെ വേണം. വിഷ്ണു അത്രയും പറഞ്ഞ് പുറത്തേക്ക് പോയി. വിഷ്ണു പുറത്തേക്ക് വന്നതും അച്ഛനും അമ്മയും അവൻ്റെ അടുത്തേക്ക് പോയി. എന്താ മോനെ, മോൾക്ക് എന്താ പറ്റിയേ? അവൻ്റെ കയ്യിൽ പിടിച്ച് അച്ഛൻ ചോദിച്ചു. വിഷ്ണു ഒരു പൊട്ടിക്കരച്ചിലോടെ അച്ഛനെ ചുറ്റിപ്പിടിച്ച് കരയാൻ തുടങ്ങി. പണ്ട് അവൻ്റെ ചേച്ചി മരിച്ച സമയം അവൻ ഒരിക്കൽ ഇതുപോലെ കരഞ്ഞതാണ് ആ അച്ഛനും അമ്മയും ഓർത്തുപോയത്. വിഷ്ണുവിന് അത്രയും സങ്കടമാകണമെങ്കിൽ അങ്ങനെ അവൻ്റെ മനസ്സ് പിടിച്ചുലയ്ക്കുന്നതോ എന്തോ ഒന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവനൊന്ന് ശാന്തമാകുന്നത് വരെ അച്ഛനും അമ്മയും അവന് തലോടി. എന്താ മോനെ, എന്താണെങ്കിലും ഞങ്ങളോട് പറയേ, അമ്മ അവൻ്റെ തലയിൽ തലോടി പറഞ്ഞു. വിഷ്ണു കണ്ണു തുടച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞതൊക്കെ പറഞ്ഞു. എല്ലാം കേട്ട് അച്ഛനും അമ്മയും സങ്കടത്തോടെ അവനെ നോക്കി. അവർക്ക് അവനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു. വിഷ്ണു, മോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. നിന്നെ കൊണ്ടേ അതിനാകൂ.
മോളുടെ ജീവനല്ലേ നമുക്ക് വലുത്. മോളോട് നീ സംസാരിക്ക്. അച്ഛൻ അവന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ വന്ന് വിഷ്ണുവിനോട് ആലുവിനെ കയറി കണ്ടോളാൻ പറഞ്ഞു. വിഷ്ണു അകത്തേക്ക് കയറുമ്പോൾ കണ്ടു വാതുക്കലേക്ക് നോക്കി ബെഡിൽ ചാരിയിരിക്കുന്ന ആലുവിനെ. അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ വിഷ്ണുവിന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. ആദ്യമായി അവളുടെ മുഖം കണ്ടു അവന്റെ കണ്ണ് നിറഞ്ഞു. അവൻ അവളുടെ അടുത്തേക്ക് പോയിരുന്നു. മോൾ എവിടെ വിഷ്ണുവേട്ടാ? ആലു ആദ്യം ചോദിച്ചത് അതായിരുന്നു. മോള് പുറത്തുണ്ട്. നിനക്കിപ്പോ എങ്ങനെയുണ്ട്? അവളുടെ തലയിൽ തലോടി ചോദിച്ചു. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, ആലു ചിരിയോടെ പറഞ്ഞു. വിഷ്ണു അവളുടെ കൈയെടുത്ത് അവന്റെ കൈക്കുള്ളിലാക്കി അമർത്തി പിടിച്ചു. ആലു അവന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ഡോക്ടർ സുജയെ കണ്ടിരുന്നു ആലു. എന്നോട് ഡോക്ടർ എല്ലാം പറഞ്ഞു. ആലുവിന്റെ മുഖത്തെ ചിരി മാഞ്ഞു, കൈകൾ വിറച്ചു. എന്തിനാ എന്നോടെല്ലാം മറച്ചു വെച്ചത്? എന്തിനാ ഇങ്ങനെ സ്വയം വേദന അനുഭവിച്ചത്? എന്നോടൊരു വാക്ക് പറഞ്ഞൂടായിരുന്നോ? ഞാൻ അത്രയ്ക്ക് ദുഷ്ടനാണെന്ന് തോന്നിയോ? വിഷ്ണുവിന്റെ സ്വരം ഇടറി തുടങ്ങിയിരുന്നു. ആലുവിന്റെ കണ്ണ് നിറഞ്ഞു. പേടിച്ചിട്ടാ. നാളെ എനിക്കൊരു അമ്മയാകാൻ പറ്റിയില്ലെങ്കിൽ എന്നെ വിഷ്ണുവേട്ടൻ എനിക്കത് സഹിക്കില്ല. എനിക്ക് വിഷ്ണുവേട്ടൻ്റെ ഒപ്പം ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. ആലു അവന്റെ കയ്യിൽ പിടിച്ചു തന്നെ കരയാൻ തുടങ്ങി. വിഷ്ണു അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അങ്ങനെ നിന്നെ ഞാൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുമെന്ന് നിനക്ക് തോന്നിയോ ആലു? അങ്ങനെയാണോ നീ എന്നെ മനസ്സിലാക്കിയത്? അവൾ ഒന്നും മിണ്ടാതെ തേങ്ങി കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിൽ ചാഞ്ഞു. നീ എൻ്റെ ജീവനാടി. നീ കഴിഞ്ഞേ ഇന്ന് വിഷ്ണുവിന് ഈ ലോകത്ത് ആരുമുള്ളൂ. അങ്ങനെയുള്ള നിന്നെ ഞാൻ ഒന്നിൻ്റെ പേരിൽ അകറ്റില്ലടാ. കുഞ്ഞ്, ദൈവം നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ വേണ്ട. എനിക്ക് നിനക്ക് സ്നേഹിക്കാൻ പാറുമോളുണ്ട്. അവൾ നമ്മുടെ മോളല്ലേടി, വിഷ്ണു പറഞ്ഞു. ആലു അപ്പോഴും ഒന്നും മിണ്ടിയില്ല. നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ സർജറിക്ക് തയ്യാറാകണം. നിന്റെ ജീവന് മേലെ ഞാൻ ഒന്നിനും പ്രാധാന്യം കൊടുക്കുന്നില്ല, ഒന്നിനും. അതുകൊണ്ട് എതിരൊന്നും പറയരുത്. എനിക്ക് നീ വേണം. ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു സർജറിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ. ആലു മുഖമുയർത്തി അവനെ നോക്കി. ഒന്നും സംഭവിക്കില്ല, നീ പേടിക്കണ്ട, അവളെ ആശ്വസിപ്പിച്ചു വിഷ്ണു പറഞ്ഞു. എങ്കിലും അവന്റെ ഉള്ളിൽ ഒരു പേടിയുണ്ടായിരുന്നു. കുറച്ചു സമയം കൂടെ വിഷ്ണു അവളെ ആശ്വസിപ്പിച്ച് ഒപ്പം ഇരുന്നു. പിന്നെ അമ്മയും അച്ഛനും ഒക്കെ കയറി കണ്ടു അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി.